നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. Person you are calling is not answering. Please call again later. നിങ്ങൾ വിളിക്കുന്ന ഇവളെന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ എടുത്ത് കാര്യം പറഞ്ഞാ ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടില്ലേ? ഈ പെണ്ണിങ്ങനെ തുടങ്ങി എന്താ ചെയ്യാ? കണ്ട ക്രിമിനലുകളെയൊക്കെ വിശ്വസിച്ച് റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാ ഇതൊക്കെ എങ്ങനെ ശരിയാവാനാ? മനുഷ്യന് ടെൻഷനായിട്ട് ഇരിക്കപ്പുറത്ത് ഇല്ലല്ലോ ഈശ്വരാ. അമ്മേ, നീ എന്താടി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അതമ്മേ, ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ലായിരുന്നു. അല്ല, മാളു എവിടെ? നീ അവളെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞല്ലേ പോയത്? അതെ, പക്ഷെ മാളുവിന് കിട്ടിയില്ല. കിട്ടിയില്ലെന്നോ? എന്തൊക്കെയാ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്താന്ന് വെച്ചാ ശ്രേയ തെളിച്ചു പറ. വെറുതെ മനുഷ്യനെ തീ തീറ്റിക്കാതെ. പറയാമേ. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇമ്മാതിരി തരികിട പരിപാടിയൊന്നും വേണ്ടെന്ന്. ഒരുത്തനെയും കൊണ്ട് വന്നതിന്റെ കേട് തീർന്നിട്ടില്ല. അതിന്റെ കൂടെ അവൾ ഇമേജ് കൂട്ടി മാളന്റെ മഹിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കുക. എടി എന്ത് ചെയ്യാനാ? മഹി എങ്ങാനും തെരഞ്ഞ ഈ നിമിഷം പടിയിറങ്ങേണ്ടി വരും. കേറി കിടക്കാൻ ഒരു കൂര പോലും നമുക്കില്ല. ഇവിടെ നിറക്കി വിട്ടാ നമ്മൾ എവിടെ പോവാനാ? എങ്ങനെ ജീവിക്കാനാ? അമ്മ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാമോ? അമ്മ തന്നെ ഇത് എല്ലാരെയും വിളിച്ചറിയിക്കുമല്ലോ. എന്ന് പറഞ്ഞ എന്റെ ടെൻഷൻ ഞാൻ ആരോട് പറഞ്ഞു തീർക്കാനാ? നീ എന്താ അത് മനസ്സിലാക്കാത്തെ? അപ്പൊ പിന്നെ എന്റെ ടെൻഷൻ ഞാൻ ആരോട് പറഞ്ഞു തീർക്കും? എന്തായാലും ഒരു അബദ്ധം പറ്റി, അതിന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്ക്. തൽക്കാലം നമുക്കിതെല്ലാം കൂടി ഗംഗയുടെ തലയിൽ കെട്ടിവെച്ച് തീർക്കാം. ആന്റി, ആ ഗംഗയില്ലേ, അവള് നമ്മുടെ മാളുവിനെ കൊണ്ട് കളഞ്ഞു. ഗംഗ മാളുവിനെ കൊണ്ട് കളഞ്ഞെന്നോ? നീ എന്താ പറയുന്നേ? ആ, ഗംഗയുടെ കയ്യിന്ന് ആരോ മാളുവിനെ പിടിച്ചോണ്ട് പോയി. അതെങ്ങനെ? അവര് അമ്പലത്തിലല്ലേ പോയത്? അതിനിടയിൽ ആരെ മാളുവിനെ പിടിച്ചോണ്ട് പോകുന്നേ? അതൊന്നും എനിക്ക് അറിയില്ല ആന്റി. വല്ല പിള്ളേരെ പിടുത്തക്കാരും ആയിരിക്കും. അല്ല, ഇതൊക്കെ എങ്ങനെയാ ശ്രേയ അറിഞ്ഞത്? ഗംഗ ഇവിടെ എത്തിയിട്ട് പോലും ഇല്ലല്ലോ. അത് ഞാൻ പുറത്തു പോയപ്പോ അറിഞ്ഞതാ. എനിക്കുണ്ടല്ലോ, അത് കേട്ടപ്പോ തൊട്ട് കയ്യും കാലും വിറച്ചിട്ട് വയ്യ. ഇനി ഇതെങ്ങനെ മഹിയോട് പറയും? എത്രയും പെട്ടെന്ന് ഇത് മഹിയേട്ടനോട് പറഞ്ഞേ പറ്റൂ. ഞാൻ തന്നെ പറയാം, അല്ലാതെ ഇപ്പൊ എങ്ങനെയാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.